Hi viewers, welcome back to John Says Vlog. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഈദ്. ഇന്ന് ഞാനൊരു ഈദ് സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കടായിലോട്ട് നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി ഒന്ന് നോക്കിയിട്ട് നമുക്ക് 2 ചോപ്ഡ് ഓണിയൻ ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് ഓണിയനാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഇനി കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നമുക്കിനി ജാറിലോട്ട് ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഗാർലിക്, റെഡ് ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഓണിയനൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിനി മറ്റേ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ല രീതിയിൽ വഴറ്റാം. നല്ലപോലെ വഴറ്റുക. എന്നിട്ട് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ആ പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം മാറണം. ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ നിന്ന് നല്ലപോലെ മസാലയൊക്കെ എടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പേസ്റ്റ് അരച്ച് വെച്ച ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതും ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ്സ് വേവിച്ച് കഴിയുമ്പോഴത്തേനും നമുക്കതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഗരം മസാല, പെപ്പർ, മല്ലിപ്പൊടി, ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തും ആവണം. നല്ല രീതിയിൽ നമുക്ക് തന്നെ മിക്സ് ചെയ്യാം. ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് ഗ്രേവി അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. നല്ലപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 20 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കിനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. ലൈം ജ്യൂസ്, ഒരു ഫുൾ ലൈമാണ് എടുത്തിരുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ്സും കൂടി വേവിച്ചെടുക്കാം.
അപ്പം നമ്മുടെ ഈദ് സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.